ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ഏകദേശം തീരാറായി. അപ്പോൾ കുറേ കാലമായി നമ്മളിങ്ങനെ കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം എന്തായാലും വീട്ടിലൊക്കെ കഴിഞ്ഞ് ചുമ്മാ നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു നമ്മൾ കുക്കിംഗ് വീഡിയോയിൽ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സാധനം തന്നെയാണ് ബക്കറ്റ് ചിക്കൻ. യൂട്യൂബിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. അത് കുറേ കാലം മുമ്പാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം ട്രൈ ചെയ്യുമ്പം എന്താ പറയുക, അത് കരിഞ്ഞു പോവുമോ കരിഞ്ഞ ചിക്കൻ ആവുമോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും നമ്മളൊരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഇട്ട് നമ്മളൊന്ന് ട്രൈ ചെയ്യുവാണ്. എന്തായാലും നമുക്ക് എങ്ങനെയുണ്ടെന്ന് ഈ വീഡിയോയുടെ അവസാനം കാണാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ. നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയാണ്. പിന്നെ നമ്മുടെ മസാലക്കൂട്ടുണ്ട്. മസാലക്കൂട്ടിലുള്ളത് കുരുമുളക് പൊടി, ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ചേർത്ത് മിക്സാണിത്. പിന്നെ ഈ മുളക്, ഈ വെള്ളക്കാന്താരിയാണ് നമ്മൾ അരച്ച് പേസ്റ്റാക്കി വെച്ചിരിക്കുന്നത്. അതാണ് ഇത് നമ്മൾ ചേർക്കുന്നുണ്ട് കൂട്ടത്തിൽ. പിന്നെ ഉള്ളത് ഈ ഉപ്പാണ്. പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ കൂടെ ചേർക്കണം, എന്നാലേ അതിന് നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. അപ്പം നമുക്ക് ഇതിന് ബാക്കി വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ ചിക്കനിൽ ഇങ്ങനെ വരവര ഇടുകയാണ് ചെയ്യുന്നത്. അപ്പം വരവര ഇട്ട് കഴിഞ്ഞാൽ മസാലയൊക്കെ നല്ല ഉള്ളിലേക്ക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് അത് ചെയ്ത് നോക്കാം. ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് വരണം. ഇതിൻ്റെ മസാലയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചിക്കൻ ആ ടേസ്റ്റ് വരുള്ളൂ. ഇങ്ങനെ മൊത്തം ഈ ചിക്കനിൽ എല്ലായിടത്തും ഇങ്ങനെ നല്ല വരഞ്ഞു കൊടുക്കണം. അപ്പോൾ നമ്മൾ മസാല മിക്സ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം നമുക്ക് ഇതിലേക്ക് ഈ പേസ്റ്റ് എല്ലാം കൂടി ഇട്ടിട്ട് ഇതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അത് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്, എന്നാലേ പേസ്റ്റ് രൂപത്തിൽ വരുള്ളൂ. ഭയങ്കര ലൂസായി പോകണ്ട, ഇച്ചിരി മതി. അപ്പം നമ്മുടെ മസാല നല്ല ഇതായിട്ടുണ്ട്. ഈ മസാല ഇതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. എന്നാൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ശരിക്കും ഇറങ്ങണം. ഈ വരഞ്ഞതിൻ്റെയൊക്കെ ഇടയിൽ കൂടെ ഇറങ്ങണം. നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കത്തില്ല. ചിക്കനൊക്കെ ചേട്ടായി എല്ലാം തേച്ച് സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഒരു കുക്കിനൊക്കെ വന്നതേ ഉള്ളൂ. ഇന്ന് നോക്കാൻ വരാൻ ഭാഗ്യം. അപ്പം ഇവിടെ പുതിനയിലയുണ്ട്. അപ്പോൾ നമുക്ക് ഈ പുതിനയില ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്ത് വെക്കണം. നല്ലൊരു ഫ്ലേവർ ആയി കഴിയുന്നത് ഇത് നല്ല ചൂടിൽ ഇത് വെന്ത് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കിത് ഇതിനുള്ളിൽ നിറയ്ക്കണം ഇങ്ങനെ. അപ്പം ഇങ്ങനെ നമുക്ക് കുത്തി കയറ്റി തള്ളി കയറ്റി വെക്കാം ഇതിനുള്ളിലേക്ക്. അപ്പോൾ നമ്മളിത് എല്ലാം റെഡിയാക്കി മസാലയെല്ലാം തേച്ച് ഇതെല്ലാം ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഒരു 20 മിനിറ്റ് ഇത് സെറ്റ് ആകാൻ വേണ്ടി വെക്കണം. അതിന് മസാലയൊക്കെ നന്നായിട്ട് ഇത് പിടിക്കണം. അപ്പോൾ നമുക്ക് 20 മിനിറ്റ് ഇത് സെറ്റ് ആകാൻ വേണ്ടി വെക്കാം. ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കമ്പും കാര്യങ്ങളൊക്കെ റെഡിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നമ്മൾ അടിയിൽ ഈ ചിക്കൻ നിലത്ത് വീണ് പോകാതിരിക്കാനും നിലത്ത് തട്ടാതിരിക്കാൻ വേണ്ടി നമ്മൾ ഫോയിൽ പേപ്പർ ഇറക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്തവർക്ക് വാഴയിലായാലും മതി. ഇനി ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അത് നമ്മൾ മണ്ണ് വീഴാതിരിക്കാൻ വേണ്ടി
സംഗതി ഇങ്ങനെ റെഡിയാക്കി വെച്ചു. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലും കൂടെ ഒന്ന് കവർ ചെയ്യണം, കാരണം നല്ല മണ്ണാണ്, മഴയൊക്കെ പെയ്ത് കുറച്ച് ചെളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു വാഴയിൽ ഇങ്ങനെ കീറിയിട്ട് നമുക്ക് ഇതിനിടയിൽ കൂടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് ഈ സൈഡിലേക്കും വെച്ച് കൊടുക്കണം. അപ്പം അത് നിലത്ത് മുട്ടാതിരിക്കും ചിക്കൻ. അപ്പം ചിക്കൻ എന്തായാലും ചെളി മുട്ടില്ലാന്ന് നമുക്ക് ഉറപ്പില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചിക്കൻ വെക്കാം. അതിന് മുമ്പ് നമുക്ക് ഇവിടെ കുറച്ച് ഫോയിൽ പേപ്പർ ചുറ്റിയിട്ടില്ല, കാരണം ഇത് കുറച്ച് ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടി ചെറിയ ഫോയിൽ പേപ്പർ ഇതിൽ ചുറ്റി വരും. ഇത് നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ചിക്കനെ നമ്മളിനി ഇങ്ങനെ ഇതിന് മുകളിലേക്ക് സെറ്റാക്കി ഇങ്ങനെ വെക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്, റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് താഴോട്ട് വീണ് പോകാതിരിക്കാൻ കാല് രണ്ടും ഇങ്ങനെ കൂട്ടിയിട്ട് ഇതുപോലെ ഒരു കമ്പി, നൂൽക്കമ്പി എടുത്തിട്ട് ഇതിങ്ങനെ ഇവിടെ കെട്ടി കൊടുക്കണം. വാഴയിലെല്ലാം വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ബക്കറ്റ് വെച്ചിട്ട് മൂടാം. ഇങ്ങനെ ഇങ്ങനെ ബക്കറ്റ് ഇത് തട്ടാൻ പാടില്ല, ചിക്കൻ ബക്കറ്റിൽ തട്ടാൻ പാടില്ല. അപ്പോൾ അത് കണക്കാക്കി നോക്കിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് ബക്കറ്റൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് നമ്മൾ. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിന് മുകളിൽ വിറക് വെച്ച് ഒരു 10 മിനിറ്റ് കത്തിക്കുക. 10 മിനിറ്റ് കത്തിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എടുത്ത് നോക്കാം അത് വെന്തിട്ടുണ്ടോ. നമുക്ക് അറിയത്തില്ലല്ലോ കറക്റ്റായിട്ട് എങ്ങനെ, അതിലേക്ക് കരിഞ്ഞ് ചിക്കനായി പോകും. അപ്പം നമുക്ക് വെന്തോ നമ്മളത് നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം. അപ്പോൾ നമുക്കിനി കത്തിക്കാം. ബക്കറ്റ് റെഡിയായിട്ട് വിറക് സാധനങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് ആദ്യം ഒരു പേപ്പർ ഇതിൻ്റെ മുകളിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് കത്തിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും, കാരണം മഴയൊക്കെ ഇത് കുറച്ച് നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കത്താൻ കുറച്ച് പ്രയാസമുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഇനി വിറക് വെച്ചിട്ട് സെറ്റ് ചെയ്യാം. ഇങ്ങനത്തെ ഈസി ആയിട്ട് കത്താനുള്ള ഇങ്ങനത്തെ ചുള്ളിക്കമ്പാണ് ഈസി ആയിട്ട് കത്താൻ പറ്റും. ഇത്രയും മതിയാവും. നമുക്ക് ഓലം കൂടെ വെച്ച് ചെയ്യുമ്പോൾ ആകുമായിരിക്കും. ഇനി വേണമെങ്കിൽ നമുക്ക് കുറച്ച് പേരും കൂടി എടുക്കാം. എനിക്ക് അടുക്കള വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ആദ്യത്തെ പരിപാടിയല്ലേ അതൊക്കെ. കർപ്പൂരം വെച്ചിട്ടുണ്ട്. ഐശ്വര്യമായിട്ട് കത്തിക്കണം. അപ്പം നമ്മുടെ എന്താ പറയുക ബക്കറ്റ് ചിക്കൻ നല്ല കരിഞ്ഞുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റ് വേവിൽ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. ചൂട് കാരണം അടുത്തെങ്കിലും ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിത് ഈ സാധനത്തിൽ നിന്ന് എടുത്തിട്ട് തണുക്കാൻ വേണ്ടി ഒരു 5 മിനിറ്റ് വെക്കാം. 5 മിനിറ്റ് നമുക്കിത് എടുത്തിട്ട് നമുക്കിത് ഡെക്കാറ്റൊക്കെ ചെയ്ത് നമുക്ക് ടേസ്റ്റൊക്കെ ചെയ്ത് നോക്കി ബക്കറ്റ് ചിക്കൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബക്കറ്റ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കാന്താരിയും കൂടെ ഒക്കെ തേച്ച് നമ്മളുണ്ടാക്കിയ ബക്കറ്റ് ചിക്കൻ സാധനം നല്ല അതെ കരിയാതെ നമുക്ക് കിട്ടി. നമ്മൾ ആദ്യം പറഞ്ഞാൽ കരിഞ്ഞു പോകുന്ന സംശയമുണ്ട്, പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ഗാർണിഷൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആരാദ്യം ടേസ്റ്റ് ചെയ്യുന്നത്? അത് ഞാൻ ചെയ്യും. ഓഹോ, എന്നാൽ ടേസ്റ്റ് ചെയ്യാം, നമുക്ക് നോക്കാമല്ലോ എങ്ങനെയുണ്ടെന്ന്. ഞാനും പറയാൻ വരുമായിരുന്നു, നാരങ്ങ പിഴിഞ്ഞില്ല നമ്മള്. ഒരു നാരങ്ങ അതും കൂടെ പിഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മൊത്തം അത് മതിയാവും.
അപ്പോൾ ഇനി പീസ് എടുത്ത് നോക്കി എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? ആ മുഖത്ത് വല്ല വ്യത്യാസം ഉണ്ടോ നോക്കട്ടെ. ഇല്ല. അപ്പോൾ ഞാനൊരു പീസ് കഴിച്ചു നോക്കാം. അന്ന് നാരങ്ങ നീരൊക്കെ ഒന്ന് മുക്കിയിട്ട് ഒന്ന് കഴിച്ചു നോക്കാം. ഇതാണേ. അപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അതിനോട് നല്ല എരിവാണ്, കാരണം നമ്മുടെ കാന്താരി വെള്ള കാന്താരിയാണ് ഇട്ടത്. അതിൻ്റെ എരിവ് നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ഒരു തക്കാളിയും കൂടെ. പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് സംഗതി. വേവാണ്ടൊന്നും പോയിട്ടൊന്നുമില്ല. കുറേ പേർക്ക് സംശയമാണ് സംഗതി വേവോ ഇല്ല എന്നൊക്കെ. പക്ഷെ ഇത് അടിപൊളിയായിട്ട് വെന്ത് കിടക്കുന്നുണ്ട്. ബക്കറ്റ് ചിക്കൻ ഇവിടെ റെഡിയായി. നമ്മൾ കഴിച്ചു, ടേസ്റ്റ് ചെയ്തു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഉടനെ വീണ്ടും വരുന്നതായിരിക്കും. അപ്പം ഞങ്ങളുടെ ചാനൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, അപ്പം ഇനിയും കാണുന്നവരെ ബൈ ബൈ.